എനിക്കിപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു ജോലിയായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ചുറ്റുമുള്ള ആൾക്കാർ പണ്ട് കാണുമ്പോൾ ഞാൻ ഒരുപാട് നല്ല ആക്ടേഴ്സിനെ കാണുമായിരുന്നു. ഇപ്പോൾ ജോലി ചെയ്യാൻ വരുന്ന കോ ആക്ടേഴ്സിനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പാഷനായിട്ട് വരുന്ന 1-2 പേരേ ഉള്ളൂ. ഈ 1-2 പേർക്കും ധൃതിയാണ്. അതായത് ജീവിതത്തിൽ പെട്ടെന്ന് ആക്ടർ ആവണം, പെട്ടെന്ന് ഇതാവണം, പെട്ടെന്ന് അത് എത്തിപ്പിടിക്കണം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ പിള്ളേരുടെ അടുത്താണെങ്കിൽ ഞാൻ എവിടെ പോയാലും പറയുന്നൊരു കാര്യം, പൈസ ഫോക്കസ് ചെയ്യരുത്, കരിയർ ഫോക്കസ് ചെയ്യുക. കരിയർ ഫോക്കസ് ചെയ്താൽ ഞാൻ കരിയർ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, അപ്പോൾ പിന്നെ പൈസ വരൂലേ? യെസ്, അത്രേ ഉള്ളൂ. നിങ്ങൾ കരിയർ ഫോക്കസ് ചെയ്യൂ, പൈസ താനേ വരും. അപ്പോൾ ഇപ്പോൾ ഉള്ളവർക്കെല്ലാം ഇതേ ഒരു ജോലി ആയതുകൊണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിനെ കാണുന്നില്ല. കുറേ ജോലിക്കാരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അത് ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആ ജോലി ചെയ്യുന്ന മേഖലയിലെ എല്ലാവരും, ഡയറക്ടർ സെക്ഷൻ ആണെങ്കിലും ക്യാമറ സെക്ഷൻ ആണെങ്കിലും ശരി, ഈവൻ ഫുഡ് തരുന്ന നമ്മുടെ പിള്ളേരാണെങ്കിലും ശരി, ഇല്ല എന്നല്ല, റെയറായിട്ട് 4-5 പേരുണ്ട്. മൊത്തം അടച്ചാക്ഷേപിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നി. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം കണ്ടു വന്നതുകൊണ്ട്. അതെ, ആ ടൈം കണ്ടുവന്നു. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞു കൊടുത്താൽ പോലും അവർക്കത് മനസ്സിലാവണമെന്നില്ല. അവർക്കത് മനസ്സിലായില്ല. ഞാനിപ്പോൾ നമ്മളെന്തെങ്കിലും ഇങ്ങനെ കുറേ നേരം നിങ്ങളൊന്ന് ഉപദേശിക്കണം, നിർത്തണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് അവരോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും.